ആദ്യം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. വിവരങ്ങൾ ചോദിക്കാം ഉമേഷിനോട്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. ബജറ്റ് സെഷനാണ്. എന്നിരുന്നാലും പ്രതിപക്ഷവും ഒപ്പം തന്നെ ഭരണപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ. ഗുഡ് മോർണിംഗ് പ്രഭിത. എന്തായാലും ഇന്ന് പ്രധാനമായി നയപ്രഖ്യാപന പ്രസംഗമാണ്. അതിൽ ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്നത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഗവർണർ വായിക്കുമോ എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ മന്ത്രിസഭ പാസാക്കിയ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ തിരിച്ചയച്ച ഘട്ടമുണ്ട്. തിരിച്ചയക്കുകയും ഇതിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ മാറ്റി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ മന്ത്രിസഭാ യോഗം അത് അംഗീകരിച്ചില്ല. നേരത്തെ തീരുമാനിച്ച അതേ നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ് ഇപ്പോൾ ഗവർണർക്ക് നൽകിയിരിക്കുന്നത്. ഇന്ന് 9 മണിയോടുകൂടി നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും. ഇതിൽ ഗവർണർ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ വായിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. നേരത്തെ മുൻകാലങ്ങളിലെല്ലാം ഇത്തരത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ വന്ന ഘട്ടത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവർ അത് വായിക്കാതെ വിട്ട സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം ഇത് വിയോജിപ്പ് രേഖപ്പെടുത്തി വായിച്ച ഘട്ടമുണ്ടായിരുന്നു. ഈ രീതിയിൽ ഏതെങ്കിലും പ്രതിഷേധം രേഖപ്പെടുത്തുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. പക്ഷേ വായിക്കാതെ വിട്ടാലും ഏതെങ്കിലും രീതിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി വായിച്ചാലും ഈ നയപ്രഖ്യാപന പ്രസംഗം തന്നെയായിരിക്കും സഭാരേഖകളിൽ ഇനി ഉണ്ടാവുക. ടെക്നിക്കലി ഈ നയപ്രഖ്യാപന പ്രസംഗം തന്നെയായിരിക്കും ഉണ്ടാവുക. അതായത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി വായിച്ചാൽ പോലും അത് സഭാരേഖയുടെ ഭാഗമായി മാറുകയും ചെയ്യും. എന്തായാലും ഇന്ന് കൂടുതൽ വാദപ്രതിവാദങ്ങളിലേക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല. രാഹുൽ മങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയായുള്ള പരാതി, അത് DK മുരളി MLA നൽകിയ പരാതി പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആ വിഷയം ഇനി ചർച്ചയ്ക്കെടുക്കാനും കഴിയാത്ത സാഹചര്യമുണ്ട്. ഇനി പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഇത് പരിശോധിച്ച ശേഷം ഏതെങ്കിലും രീതിയിൽ സിറ്റിംഗ് അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ MLA കേൾക്കേണ്ടതുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് കേട്ട് നടപടി എടുക്കേണ്ടതുണ്ടോ തുടങ്ങി നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിപക്ഷം ഈ നിയമസഭാ കാലയളവിൽ വലിയ ആയുധമാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് ഒരുപക്ഷെ പ്ലക്കാർഡുകളോ മറ്റോ, കാരണം നയപ്രഖ്യാപന പ്രസംഗമായതുകൊണ്ട് തന്നെ പ്രത്യക്ഷ ഒരു പ്രതിഷേധത്തിലേക്ക് പോയില്ല. നാളെ സഭയില്ല, മറ്റന്നാൾ വീണ്ടും ചേരും. മറ്റന്നാൾ ഒരുപക്ഷെ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിപക്ഷം വലിയൊരു ആയുധമായി സഭയിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പ്രഭിത. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്തൊക്കെയുണ്ടാകും എന്നുള്ളത് ഉൾപ്പെടെയുള്ളത് ഏറെ ആകാംക്ഷയുള്ള കാര്യമാണ്. ഗവർണർ കേന്ദ്ര സർക്കാരിനെതിരായുള്ള വിമർശനം വായിക്കുമോ എന്നത് ഉൾപ്പെടെ കണ്ടിരുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.